ഹലോ, പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. TSLP-RB റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് TSLP-RB? തെലങ്കാന സർക്കാരിൻ്റെ പോലീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് TSLP-RB. തെലങ്കാന പോലീസിലേക്കുള്ള നിയമനങ്ങളാണ് നടത്തുന്നത്. പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. 7437 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പോലീസ് കോൺസ്റ്റബിൾ സിവിൽ 3697, പോലീസ് കോൺസ്റ്റബിൾ ആംഡ് റിസർവ്ഡ് 1052, പോലീസ് കോൺസ്റ്റബിൾ SAR CPL 24, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ 1380, ഫയർ ഫൈറ്റർ 751, ജയിൽ വാർഡർ മെയിൽ 196, ജയിൽ വാർഡർ ഫീമെയിൽ 12 എന്നിങ്ങനെ 7112 വേക്കൻസീസാണ് പോലീസ് കോൺസ്റ്റബിളിൽ വന്നിട്ടുള്ളത്. ഇതുകൂടാതെ സബ് ഇൻസ്പെക്ടർ, റിസർവ് സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി ജയിലർ, സ്റ്റേഷൻ ഫയർ ഓഫീസർ എന്നിങ്ങനെ പോസ്റ്റുകളിലും ഒഴിവുകളുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ഫൈറ്റർ, ജയിൽ വാർഡറിന് 10ാം ക്ലാസ്സും +2 പാസ്സായിരിക്കണം. സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡിഗ്രി പാസ്സായിരിക്കണം. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് കോൺസ്റ്റബിൾ, ഫയർ ഫൈറ്റർ, ജയിൽ വാർഡർ എന്നിവയ്ക്ക് അപ്ലൈ ചെയ്യാം. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് SI, ASI, ഡെപ്യൂട്ടി ജയിലർ, സ്റ്റേഷൻ ഫയർ ഓഫീസർ എന്നിവയ്ക്ക് അപ്ലൈ ചെയ്യാം. SC, ST, OBC, EWS, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് സർക്കാർ നിയമപ്രകാരം പ്രായളവ് ലഭിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. TSLP-RB റിക്രൂട്ട്മെൻറ്റിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാമതായി പ്രിലിമിനറി റിട്ടേൺ ടെസ്റ്റ് ആണ്. ആദ്യം ഒരു എഴുത്ത് പരീക്ഷ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. മെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ്, ചെസ്റ്റ് അളവൊക്കെ നോക്കും. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് നടക്കുക. ഓട്ടോ ഉൾപ്പെടെയുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഈ ഘട്ടത്തിൽ നടക്കും. അതിനുശേഷമാണ് മെയിൻ എക്സാം വരുന്നത്, ഫൈനൽ റിട്ടേൺ എക്സാമിനേഷൻ. പ്രിലിമിനറി ടെസ്റ്റിൽ യോഗ്യത നേടിയവർക്കാണ് ഫൈനൽ എക്സാം എഴുതാൻ അവസരം ലഭിക്കുക. ലാസ്റ്റ് ആയിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച ശേഷമാണ് സെലക്ഷൻ ഉണ്ടാവുള്ളൂ. റിട്ടേൺ ടെസ്റ്റ് മാത്രം പാസ്സായാൽ മതിയാവില്ല. ഫിസിക്കൽ ടെസ്റ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠനത്തോടൊപ്പം ഫിസിക്കൽ ഫിറ്റ്നസ്സും പ്രാധാന്യം നൽകേണ്ടതാണ്. ജോലി സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ദിവസവും അറിയാൻ ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.